ലോങ്കനുകൾക്ക് മാത്രമായിട്ടൊരു നഴ്സറി. ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് അങ്കമാലി നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ കൊച്ചിൻ ഗാർഡനിലാണുള്ളത്. ലോങ്കൻ തൈകളുടെ വലിയൊരു ലോകം തന്നെയാണ് ഇവിടെ നമ്മൾ അജിത്തേട്ട സൃഷ്ടിച്ചിട്ടുള്ളത് കേട്ടോ. ലോങ്കൻ തൈകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു നഴ്സറി കൂടിയാണിത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് അജിത്ത്. ഞാൻ കൊച്ചിൻ ഗാർഡൻ്റെ ഓണറാണ്. നമ്മുടെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് നെടുമ്പാശ്ശേരിയിലാണ്. അതായത് നമ്മുടെ അത്താണിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് വരുന്ന വഴി ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ സുവർണോദ്യാനമുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് മെയിൻ റൂട്ടിൽ നിന്ന് 200 മീറ്ററിലാണ് നമ്മുടെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ലോങ്കൻ്റെ പ്രൊഡക്ഷനാണ്. ഇതൊരു പ്രൊഡക്ഷൻ നേഴ്സറിയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ലോങ്കനിലാണ്. ലോങ്കൻ തൈകൾ, ഗ്രാഫ്റ്റും ബഡ് തൈകളും 400 രൂപ തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു 6ഓളം വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ എഡോസ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റി. എഡോസ്റ്റാർ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ വിയറ്റ്നാം എന്നൊക്കെ പറഞ്ഞ് ഉള്ള വെറൈറ്റി തന്നെയാണ്. സെയിം വെറൈറ്റിയാണ്, വേറെ വേറെ പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഈ വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ ഏറ്റവും നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നൊരു വെറൈറ്റിയാണിത്. നമ്മൾ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടി കേട്ടോ ഇത്. കാരണം ലോങ്കനുകളെല്ലാം ഒരേ ടേസ്റ്റ് ആണെങ്കിലും ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് വരുന്നത് ഫ്രൂട്ട് സൈസ്, അതുപോലെ ഫ്ലഷ് സൈസ്, ഷെൽഫ് ലൈഫ്, ഈൽഡ്, ഇതൊക്കെ വെച്ചിട്ടാണ് മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത്. അതുപോലെ ഗ്രോത്തും ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് എഡോസ്റ്റാർ. ഇതിൻ്റെ ഗ്രാഫ്റ്റ് തൈകളും ബഡ് തൈകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഗ്രാഫ്റ്റ് തൈയാണ്, ബഡ് തൈകൾ അവൈലബിൾ ആണ്. ഗ്രാഫ്റ്റ് തൈകൾ നമ്മൾ കൊടുക്കുന്നത് 500 രൂപയ്ക്കാട്ടോ. റീറ്റെയിൽ റേറ്റ് 500 രൂപയ്ക്കാണ് ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നത്. നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാട്ടെ നമ്മുടെ എഡോസ്റ്റാറിൻ്റെ 1 ഇയർ ആയ പ്ലാന്റുകൾ. ഇത് നമ്മളിപ്പോൾ കവറിൽ വെച്ചേക്കുന്നതാണ്, വലുതാക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഇതേപോലെ 1 ഇയർ ആയ പ്ലാന്റ് തന്നെ നമുക്ക് ഫ്രൂട്ട് കിട്ടുമല്ലേ? 1 ഇയർ ആയ സാധനം നമ്മൾ കവറിൽ വയ്ക്കുമ്പോൾ നമുക്ക് 1 ഇയർ കൊണ്ട് റിസൾട്ട് കിട്ടും. മണ്ണിലോട്ട് വയ്ക്കുമ്പോൾ 2 വർഷത്തിൻ്റെ അടുത്ത് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയും കൂടിയാണല്ലേ? നമുക്കൊരു കൊമേഴ്ഷ്യലൊക്കെ ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ഇത്. നമുക്ക് മെയിനായിട്ട് എഡോസ്റ്റാറും അതുപോലെ തന്നെ ന്യൂ ക്രിസ്റ്റലും ആണ് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് കൊമേഴ്ഷ്യൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ന്യൂ ക്രിസ്റ്റൽ നമുക്ക് ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്യണം. നമുക്ക് നാച്ചുറലി തന്നെ നമുക്ക് ഇതിനകത്ത് ഫ്രൂട്ടായി വരുന്നതാണ് എഡോസ്റ്റാർ. ഇത് വി ഗ്രാഫ്റ്റ് കേട്ടോ, നമ്മുടെ അപ്രോച്ച് ഗ്രാഫ്റ്റ് അല്ല. മരത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ഫ്ലവർ ഉള്ളത് കെട്ടിയെടുത്തേക്കുന്നതല്ല, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം വളർന്നതിന് ശേഷം ഫ്ലവർ ഇട്ട് കഴിച്ചേക്കുന്നത് കേട്ടോ. ഇതാട്ടോ നമ്മുടെ പ്രൊഡക്ഷൻ ഏരിയ. നമ്മൾ പോളി ഹൗസിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന തൈകളാണ്. ഇതൊരു 1 മാസത്തോളം നമ്മൾ കെട്ടി വെച്ച് കഴിയുമ്പോൾ മുള വന്നതിന് ശേഷം ഈ സിപ്പപ്പ് കവർ അയച്ചിട്ടാണ് പുറത്തോട്ട് വെച്ചാണ് വലുതാക്കുന്നത്. അപ്പോൾ ഏകദേശം 6ഓളം വെറൈറ്റീസ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബഡ്ഡിങ്ങും ചെയ്യുന്നുണ്ട്. ബഡ്ഡിങ് നമ്മൾ പുറത്താണ് ചെയ്യുന്നത്, ഡയറക്റ്റ് സൺലൈറ്റിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ 4 സീസണിൻ്റെ മദർ പ്ലാന്റ്. ഇതുപോലെ ഏകദേശം ഒരു 30ഓളം പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. എല്ലാത്തിലും നല്ല നിറച്ച് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഈ സീസൺ ഹാർവസ്റ്റ് കഴിഞ്ഞതാണ്. നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഒരു മരം മാത്രം നിർത്തിയത് കേട്ടോ. നല്ല 2 വർഷം കൊണ്ടാണെങ്കിലും നല്ല ഗ്രോത്ത് ഉള്ള ഒരു വെറൈറ്റി കേട്ടോ. ഇവിടെ നിറച്ച് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഫ്രൂട്ടിൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെ കമ്പെല്ലാം താഴ്ന്നു വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 4 സീസണിൻ്റെ ഗ്രാഫ്റ്റ് തൈകളാണ് കേട്ടോ. ഇത് നമ്മൾ ചെയ്യുന്നത് സാധാ വി ഗ്രാഫ്റ്റ് അല്ല കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ഗ്രോത്ത് ഉള്ള സെഡ് ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് കേട്ടോ നമ്മളിപ്പോൾ ഗ്രാഫ്റ്റിങ്ങിന് ഫോളോ ചെയ്യുന്നത്. സൂക്ഷിച്ച് നോക്കി കാണാം. ഇത് നമുക്ക് 3 സൈഡിൽ ഇതിൻ്റെ കോൺടാക്റ്റ് വരുന്നുണ്ട് ഈ സയോണിന്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഗ്രാഫ്റ്റ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇതിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു 1.5 മാസമായി തയ്യാം. അതുകൊണ്ട് തന്നെ വളർച്ച ഉണ്ടോ, നല്ല ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. ഗ്രാഫ്റ്റും സ്ട്രോങ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ഗ്രോത്തും കൂടി വരുന്നതാണ് ഈ ഗ്രാഫ്റ്റിങ്ങിൽ. നമ്മൾ എല്ലാ ലോങ്കനും ഈ ഗ്രാഫ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. അത് വി ഗ്രാഫ്റ്റിംഗ് കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിരിക്കും. കാരണം കോൺടാക്ട് കൂടുതലാണ്. ക്യാമ്പിയുമായിട്ടുള്ള കോൺടാക്ട് കൂടുതലായതുകൊണ്ട് നല്ലൊരു വളർച്ചയും അതുപോലെ നല്ല സ്ട്രോങ് ബോണ്ടായിരിക്കും. ഈ 4 സീസണിൻ്റെ തൈകൾ നമ്മൾ 600 രൂപയ്ക്ക് കേട്ടോ റീറ്റെയിൽ കൊടുക്കുന്നത്. ഈ 4 സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കൊമേഴ്ഷ്യൽ ചെയ്യുന്ന ഒരു വെറൈറ്റി കേട്ടോ. പക്ഷേ നമുക്ക് കേരളത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം കേരളത്തിൽ നമുക്കൊരു സീഡ് സൈസ് ഒരു 60-70% സീഡ് വരുന്നുണ്ട് ഈ 4 സീസണിൽ. പക്ഷേ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ സീസണാണ്. ഒരു 8-10 മാസത്തോളം നമുക്ക് ഇതിൻ്റെ ഫ്രൂട്ട് കിട്ടും. കണ്ടിന്യൂസ് ഫ്ലവറിങ് ഫ്രൂട്ടിംഗ് ആണ് 4 സീസൺ. അത് പേരുകൾ തന്നെ. നമ്മുടെ അടുത്ത വെറൈറ്റി വരുന്നത് വൈറ്റ് ലോങ്കനാണ് കേട്ടോ. നമ്മൾ ലോങ്കൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് വൈറ്റ് ലോങ്കൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് തുടങ്ങിയത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഡാർക്ക് വെറൈറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. 1 വർഷം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. പക്ഷേ ഇത് കൊമേഴ്ഷ്യൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈൽഡ് കുറവാണ്. നമുക്ക് മറ്റേ എഡോസ്റ്റാറും ന്യൂ ക്രിസ്റ്റലൊന്നും കിട്ടുന്ന പോലെ അത്ര എണ്ണം നമുക്ക് ഇതിൽ നിന്ന് കിട്ടത്തില്ല. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രോത്തും സ്ലോ ആയിരിക്കും ഡ്വാർഫ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ തൈകൾ, ഗ്രാഫ്റ്റ് തൈകൾ നമ്മൾ 400 രൂപയ്ക്കാട്ടോ കൊടുക്കുന്നത്. ഇതാട്ടെ നമ്മുടെ ന്യൂ ക്രിസ്റ്റൽ ബ്ലാക്ക് ലീഫ് എന്നൊക്കെ പറയുന്ന വെറൈറ്റി. ഇതിൻ്റെ ഒരേ വെറൈറ്റിയാണ്. ഇപ്പോൾ കൊമേഴ്ഷ്യലിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി കേട്ടോ അത്. പക്ഷേ ഇത് നമുക്ക് നാച്ചുറലി ഫ്രൂട്ട് ആവത്തില്ല. നമുക്ക് ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്താൽ, സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ഇൻഡ്യൂസ് ചെയ്താൽ മാത്രമേ അത് ഫ്രൂട്ട് ആവത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബഡ് തൈയും ഗ്രാഫ്റ്റ് തൈകളും നമ്മൾ കൊടുക്കുന്നത് 600 രൂപയ്ക്കാട്ടോ റീറ്റെയിൽ കൊടുക്കുന്നത്. 600 രൂപ മുതൽ നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ള തൈകളുണ്ടല്ലേ? ബഡ് തൈയും ഉണ്ട്, നമുക്ക് കാണിക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ന്യൂ ക്രിസ്റ്റലിൻ്റെ ബഡ് തൈകൾ.
ഇത് നല്ല റൂട്ട് സ്റ്റോക്കിൽ കരുത്തുള്ള റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ ബഡ് ചെയ്തെടുത്ത തൈകളാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ്റ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും, അതുപോലെ കുറച്ചുകൂടി വളർച്ചയും കൂടി കിട്ടും കേട്ടോ. ഇത് ചെറിയ തൈയാണ്, നമുക്കൊന്ന് സെറ്റ് ആവാനുണ്ട്. ബഡ് തൈ എങ്ങനെ കൊടുക്കണം നമ്മൾ? ബഡ് തൈ നമ്മൾ 600 രൂപയ്ക്ക് തന്നെയാണ്, സെയിം റേറ്റ് തന്നെയാണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ലോങ് ഗ്രാഫ്റ്റ് ചെയ്യുന്ന മെത്തേഡ്. നമ്മൾ സാധാ വി ഗ്രാഫ്റ്റ് അല്ല ഫോളോ ചെയ്യുന്നത്, നമ്മൾ സെഡ് ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 3 സൈഡിൽ സയോണിന് കോൺടാക്റ്റ് കിട്ടും. ഇപ്പോൾ 2ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, ഈ സയോണും 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു സെഡ് ഷേപ്പിലോട്ട് നമുക്കിത് കിട്ടും. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഗ്രാഫ്റ്റിംഗ് മെത്തേഡ് തന്നെയാണല്ലോ ഇവിടെ. ഈ ഗ്രാഫ്റ്റ് ലോങ്ങിനെല്ലാം ഈ ഗ്രാഫ്റ്റുകൾ ഫോളോ ചെയ്യുന്നത് ഉണ്ടോ. ഇത് സയോണിന് കോൺടാക്റ്റ് കൂടുതലുണ്ട് കേട്ടോ, ഒന്നുകൂടി സ്ട്രോങ് ആയിരിക്കുമല്ലോ വി ഗ്രാഫ്റ്റിനെ അപേക്ഷിച്ച്. ഇതിപ്പോൾ ജോയിൻ വെക്കുമ്പോൾ ഒരു സെഡിൻ്റെ ഒരു ഷേപ്പില്ലേ, സൂം ചെയ്ത് നമുക്ക് സെഡ് ഷേപ്പിലോട്ട് വരും. അപ്പോൾ അത് ഈ സയോണിന് 3 സൈഡിൽ കോൺടാക്റ്റ് വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, ഇപ്പുറത്തും വരുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലും വരുന്നത്. 3 സൈഡിൽ കോൺടാക്റ്റ് വരുന്നുണ്ട്, നല്ല സ്ട്രോങ് ആയിരിക്കും, അതുപോലെ നല്ല ഗ്രോത്തും ആയിരിക്കും കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ടേപ്പ് ചെയ്ത് സിപ്പപ്പ് കവർ ഇടാ ചെയ്യുന്നത്. ഓക്കെ, കിട്ടുന്നുണ്ടോ അത്? ഷേപ്പ് കിട്ടുന്നുണ്ടോ ജോയിൻ്റ്? അപ്പോൾ നോക്കി സെറ്റ് ഷേപ്പിൽ തന്നെ വരും. ഇതാട്ടോ നമ്മുടെ ഡബിൾ ലോങ്കൻ എന്ന് പറഞ്ഞ വെറൈറ്റി. ഇതൊരു നല്ലൊരു വെറൈറ്റിയാണ്, പക്ഷേ നമ്മൾ എഡോ സ്റ്റാറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഒരു ഈൽഡ് കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ്റ്റ് തൈകൾ നമുക്ക് 500 രൂപയ്ക്ക് അവൈലബിൾ ആണ്. നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയാനായിട്ട് ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സ് ഒരുപാട് നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് കൊറിയർ ഡെലിവറി. അപ്പം നമ്മൾ ഈ നെക്സ്റ്റ് വീക്ക് തുടങ്ങി കൊറിയർ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്. നമ്മൾ DTDC കൊറിയർ വഴിയായിട്ടാണ് അയക്കുന്നത്. നമ്മൾ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ബോക്സിലാണ് അയക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങളുടെ വീട്ടിലോട്ട് എത്തും. ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ കൊറിയർ അയച്ചു തരുന്നത് കേട്ടോ. ലോങ്ങിൻ്റെ ചെറിയ തൈകൾ മാത്രമാണ് നമുക്ക് കൊറിയർ അയക്കാൻ പറ്റത്തുള്ളൂ, വലിയ തൈകൾ ദയവായിട്ട് ചോദിക്കരുത്, നമുക്ക് അയക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇതാട്ടോ നമ്മൾ കൊറിയർ പാക്ക് ചെയ്യുന്ന മെത്തേഡ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു 5 പ്ലൈയുടെ ബോക്സ് ആട്ടോ ഇത്, പക്ഷേ കട്ടിയുള്ള കാർഡ് ബോർഡാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. നമ്മൾ ചെടി ഇങ്ങനെ കവറിലാക്കിയിട്ട് വേണമെങ്കിൽ മണ്ണ് മാറ്റിയിട്ട് വയ്ക്കും, വെയിറ്റ് കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ മണ്ണ് മാറ്റാതെ വയ്ക്കും. ഒരു പോട്ടിലോട്ട് വെച്ചിട്ട് ടേപ്പ് ചെയ്യുവാണ് മണ്ണ് പോകാത്ത രീതിയിൽ. എന്നിട്ട് ഈ ബോക്സിലോട്ട് നമ്മൾ വയ്ക്കുവാണ്, ഇങ്ങനെ കിടത്തിയാണ് ഇടുന്നത്. ഏകദേശം 3 ഫീറ്റോളമുള്ള ബോക്സ് ആട്ടോ ഇത്, ചെടിയുടെ വലിപ്പം അനുസരിച്ചുള്ള ബോക്സ് എടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ കിടത്തി വെച്ചിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യും. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ആയില്ലേ, ഇത് ടേപ്പ് ചെയ്യും. ടേപ്പ് ചെയ്തിട്ട് ഇവിടെ പോട്ടുണ്ടല്ലോ, പോട്ടിൻ്റെ ഇവിടെ നമ്മൾ ടൈറ്റായിട്ട് ടേപ്പ് ചെയ്യും. അപ്പോൾ ഇതിവിടെ ലോക്കായിട്ട് നിൽക്കും. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും, ഉള്ളി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യത്തില്ല. അപ്പോൾ അത് ലോക്കായിട്ട് നമുക്ക് സേഫായിട്ട് കൊറിയർ എത്തും. അത് ഹോൾ ഇട്ടിട്ട് ഇവിടെ ഡയറക്ഷൻ മാർക്ക് ചെയ്യും. ഡയറക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എങ്ങനെ ഇട്ടാലും ഇത് അവിടെ തന്നെ നിൽക്കും, ലോക്കായിട്ടിരിക്കുകയും ചെയ്യും.